Hi, good morning, guys. It's me, Simon, YouTube channel. Simon Varghese, Facebook and Instagram welcomes you all. Have a fantastic positive day. നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മളൊരു പോസിറ്റീവ് ചാനലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രോത്തും വളരെ സ്ലോ ആണ്. ബട്ട് ഐ ബിലീവ് ഇൻ സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്നുള്ള റൂളിലാണ്. നമ്മളങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ടൊന്നും പോകുമല്ലോ. വലിയൊരു യൂട്യൂബറാണെന്നും പറഞ്ഞ് നടക്കുന്നുമില്ല. എൻ്റെ ഒരു പാഷനാണ്. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പെഷ്യൽ ഗൈഡ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് തന്നെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി IMGക്ക് വേണ്ടിയൊക്കെ ട്രെയിനിങ്ങൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്വകാര്യ മേഖലയിൽ റിട്ടയർ കഴിഞ്ഞ് ട്രെയിനിങ്ങൊക്കെ നടത്തുന്നുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്കങ്ങനെ ഭയങ്കര ഒരു സ്പീഡി ഗ്രോത്ത്. പക്ഷേ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഈ ഒറ്റമൂലിയൊക്കെ ഉപയോഗിച്ചിട്ട് പറഞ്ഞു കൊടുക്കാതെ നശിച്ചു പോയെന്ന് പറയുന്ന പോലെ പോകരുത്. നമ്മൾ ആർജിച്ചെടുക്കുന്ന അറിവ് പങ്കുവെക്കുകയും സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ അത് പ്രയോജനപ്പെടുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയം കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് ചെറിയൊരു ക്ലിപ്സാണ്. ഞാനത് കഴിഞ്ഞ് കുറച്ച് പഠിച്ചു. സൈക്കോളജി ക്ലാസ്സുകളും വിദഗ്ധരുമായിട്ടൊക്കെ അവരുടെ ചാനലുകളൊക്കെ കയറി ഒന്ന് പരിശോധന നടത്തിയപ്പോൾ നാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണെന്ന് മനസ്സിലായി. കുട്ടികളിൽ അവർ ബാല്യത്തിൽ തന്നെ ഒരു സാഹസിക വീക്ഷണം വളർത്തിയെടുക്കണം. എങ്കിൽ മാത്രമേ അവർ പ്രശ്നങ്ങളെ അതിജീവിച്ചൊരു നല്ല ലീഡറായി വരുള്ളൂ. നമുക്ക് വേണ്ട ഒരു നല്ല ബിസിനസ്സുകാരനെ, ലീഡ് ചെയ്യുന്ന ബിസിനസ്സുകാരൻ, ലീഡ് ചെയ്യുന്ന പത്രപ്രവർത്തകൻ, ലീഡ് ചെയ്യുന്ന ഡോക്ടർ, ലീഡ് ചെയ്യുന്ന എൻജിനീയർ എന്നാണ്. ഇനി ഒരു വള്ളം തുഴയുന്ന ആളാണെങ്കിൽ പോലും അവൻ അതിനകത്ത് ലീഡ് ചെയ്യുന്നവനായിരിക്കണം. വി ആർ ട്രൈങ് ടു മേക്ക് ഓർ ക്രിയേറ്റ് എ ലീഡർ ലേറ്റർ. അപ്പോൾ ആ കുട്ടിയെ വളർത്തുമ്പോൾ ആ ഒരു മനോഭാവം നമ്മൾ കീപ്പപ്പ് ചെയ്യണം. അവന് അതിനുതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. അവനോടൊപ്പം നമ്മൾ ചരിക്കണം. ഇപ്പം ഒരു പിതാവും മാതാവും കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന് അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം അപ്പനും അമ്മയും നല്ല ഫ്രഷായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇരിക്കുകയാണ്. വീട്ടിൽ ഇരിക്കുമ്പോൾ നല്ല ഡ്രസ്സ് ഇടണം. തീരെ ഈ കീരി പറഞ്ഞതോ മുഷിഞ്ഞൊന്നും ഇടരുത്. നമ്മളാകെ പുറത്ത് പോകുന്ന വളരെ കുറവ്. അതിനുവേണ്ടിയുള്ള വസ്ത്രം മുഴുവൻ സൂക്ഷിച്ചിരിക്കുക. അപ്പം വീട്ടിൽ ധരിക്കാൻ പറ്റിയ മീഡിയം സൈസ് ഡ്രസ്സുകളും വാങ്ങണം. നമ്മളെപ്പോഴും നല്ല വൃത്തിയും എടുപ്പുമുള്ള വസ്ത്രം ധരിച്ചായിരിക്കണം വീട്ടിൽ നിൽക്കാൻ. അത് വിദേശികളെയൊക്കെ നമ്മൾ കണ്ടുപഠിക്കും. അവരൊക്കെ അങ്ങനെ തന്നെയാണ്. ഏറ്റവും നല്ല വസ്ത്രമായിരിക്കും അവർ വീട്ടിലും ധരിക്കുന്നത്. കാരണം എപ്പോഴും നമ്മൾ വീട്ടിലാണല്ലോ, അതിനാണല്ലോ വസ്ത്രം മേടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളങ്ങനെ വൃത്തിയായിട്ടും എടുപ്പായിട്ടും വസ്ത്രമൊക്കെ ധരിച്ച് പോളിനസ് പുഞ്ചിരിയൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനെയായിരിക്കും? അവരും വീട്ടിലിടാവുന്ന ഏറ്റവും നല്ല ഡ്രസ്സുകളൊക്കെ ധരിക്കും. നല്ലൊരു പുഞ്ചിരിയൊക്കെ എപ്പോഴും മുഖത്ത് കാണും. അപ്പം അതിഥികൾ വരുമ്പോഴോ അവരെ പുഞ്ചിരിയോടെ സ്വീകരിക്കും. അവർ ലീഡ് ചെയ്യാൻ തുടങ്ങും ഭവനത്തെ, അല്ലേ? അപ്പോൾ ആക്ച്വലി നമ്മൾ അവരിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തിയെടുക്കുകയാണ്, അല്ലേ? ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. എനിക്കറിയാവുന്നൊരു കുട്ടി, ഞാനിപ്പോൾ എൻ്റെ കൊച്ചുമകൾ എന്നൊക്കെ പറയുന്നത് റിയലായിട്ടല്ല, അത് അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൊച്ചുമകൾ സ്കൂളിൽ നിന്നൊക്കെ വന്ന് ലിഫ്റ്റേ കയറുമ്പം ലിഫ്റ്റിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്ത് പിടിക്കും. എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളെയും കയറിയിട്ട് അവൾ എണ്ണം എടുക്കും. 1 2 3 ലിസി ജാൻഡി അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഓക്കെ പോവുക. എന്നിട്ട് ഓരോരുത്തരുടെയും ഫ്ലാറ്റ് എന്ന് വെച്ചാൽ അവളിൽ ഒരു ലീഡർ വളർന്നു വരികയാണ്. വളരെ മധുര മനോജ്ഞമായ ഒരു ക്വാളിറ്റിയാണത്. നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം ഞാൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ അങ്ങനെ വേണം കുട്ടികളെ വളർത്താൻ. അല്ലാതെ അനങ്ങരുത്, ഇരിയുടെ അവിടെ ഓടരുതട എന്നൊക്കെ പറഞ്ഞ് പഴയ കാലത്തെ രീതി വളർത്തിയാൽ നിങ്ങൾ വളർത്തിയെടുക്കുന്നൊരു ബ്രോയിലർ ആയിട്ടുള്ള ഒരു ഭീരുവായിട്ടൊരു കുട്ടിയായിരിക്കും. അവൻ ചിലപ്പോൾ MSc പാസ്സാകാം, എൻജിനീയറിംഗ് പാസ്സാകാം. പക്ഷെ അവനെ ഭരിക്കുന്ന അവൻ്റെ ഓഫീസിലെ പിയൂണായിരിക്കും. കാരണം അവന് പേടിയാണ്. സാറേ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ, ഞാനത് പരാതിപ്പെടുന്നു പറയുമ്പോൾ ഈ പുള്ളി പേടിച്ചു. നീ പോടാന്ന് പറയാനുള്ളത് എൻ്റെ ഇടം വേണം, അല്ലേ? ഇത് ഓഫീസിലാണേലും വീട്ടിലാണേലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ കരുത്തിയായ കുട്ടികളെ വേണം നമ്മൾ വളർത്തിയെടുക്കാൻ. അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. അവരെ ഓരോ ഏജിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. 3 4 വയസ്സ് കഴിയുമ്പം നീന്തൽ പഠിപ്പിക്കാൻ വിടണം. ഒരു 5 6 ക്ലാസ് കഴിയുമ്പോൾ കരാട്ടെയോ കുങ്ഫുവോ പഠിപ്പിക്കണം. അതിനോടൊപ്പം നൃത്തം പഠിപ്പിക്കാം,
ഡ്രോയിങ് പഠിപ്പിക്കാം, മറ്റു പല കാര്യങ്ങളും ചെയ്യാം. അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല, അതിനിടയ്ക്ക്. അപ്പം ഇത് ഓരോന്ന് പഠിക്കും. അവർ വലിയ ലോകത്തിൽ വലിയ ചിത്രകാരനാകുമെന്നോ ഒന്നും വിചാരിക്കില്ല. പക്ഷേ അവർക്ക് ബോറടിക്കുന്ന നിമിഷങ്ങളിൽ അവർക്കത് കവറപ്പ് ചെയ്യാൻ ഒരു പടം വരയ്ക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കൊച്ചുമോൾ എനിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നു. അവൾ സ്വയം വരച്ച ഒരു കാർഡ്. ഞാനതിന് എത്രയോ വിലപിടിപ്പുള്ള ഗിഫ്റ്റ് എനിക്ക് കിട്ടി. പക്ഷെ ഞാനതൊന്നും അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ കൊച്ചുമോളുടെ ആ ചിത്രത്തെയാണ് കണ്ടത്. ഞാനത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്, അത് ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടി. അവളുടെ ഹൃദയം അവൾ വരച്ച് വെച്ചിരിക്കുന്നു. അതുപോലെ നിങ്ങൾക്കറിയാമോ, ഞാൻ ഇന്നും ഡയറിയിൽ ബൈബിൾ വചനം എഴുതുന്ന ആളാണ്. പ്രാർത്ഥന കഴിയുമ്പം മലയാളവും ഇംഗ്ലീഷും ബൈബിൾ വായിക്കും. അതിനുശേഷം 2-3 വചനം എഴുതും. അങ്ങനെ എഴുതി വന്നപ്പോഴേ നവംബർ ഗുഡ് മോർണിംഗ്, ഹലോ ഗുഡ് മോർണിംഗ്. നവംബർ 18 അവൾ എഴുതിയിരിക്കുക, ബർത്ത്ഡേ കമ്മിങ്, ഡാഡീസ് ബർത്ത്ഡേ കമ്മിങ്. അവൾ എഴുതിയിട്ടിരിക്കുക നവംബർ 18. ഞാൻ ഒത്തിരിയേറെ അത് ആലോചിച്ച് ചിരിച്ചു. നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ചില അവാർഡുകളാണിത്, അല്ലേ? മാസങ്ങൾക്ക് മുമ്പേ അവൾ എഴുതിയിട്ടിരിക്കുകയാണ്, നവംബർ 18 ഡാഡീസ് ബർത്ത്ഡേ കമ്മിങ്. ഓക്കെ, ഞാൻ പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭൗതികവും സൈദ്ധാന്തികവും ആവശ്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അവരെ ചുമ്മാ നമ്മളെ ഒരു ഒബീഡിയൻസ് സെർവൻ്റ് ആക്കരുത്, ബ്രോയിലർ ചിക്കൻ ആക്കരുത്. മിടുക്കരായിട്ട് വരട്ടെ, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ അവർ തെറ്റായ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഉപദേശിക്കുക, അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ്. സ്നേഹം പഠിപ്പിച്ചു കൊടുക്കുക, സ്നേഹിക്കാൻ പഠിപ്പിക്കുക. അവൻ്റെ ബോക്സിൽ ഭക്ഷണം നിറച്ചുണ്ട്, കൂട്ടത്തിൽ ഒരു കുട്ടി ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ അവനെ വിളിച്ചത് ഷെയർ ചെയ്യാൻ, എടാ വാടാ നമുക്ക് ഷെയർ ചെയ്യാം, അല്ലേ എടോ താൻ വാടോ നമുക്ക് ഷെയർ ചെയ്യാം എന്ന് പറയുന്ന രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കണം. അതാണ് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കൾച്ചർ. നമ്മുടെ കോട്ടയത്തിന് അതുണ്ട്. എന്നെ കേൾക്കുന്ന ഒരു കോട്ടയംകാർ മാത്രമല്ലല്ലോ, ദേശത്തും വിദേശത്തും ഇരിക്കുന്ന അമേരിക്കയിലും ഓസ്ട്രേലിയയിലും എല്ലാം ഇരിക്കുന്ന ആളുകൾ എൻ്റെ ചാനലിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കോട്ടയംകാരത് പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. അവരൻ വെട്ടനിരുന്ന ഭക്ഷണം കഴിച്ച് സൂഹിക്കുന്ന ആൾക്കാരല്ല, അവനെ സഹായിക്കും, ഉറപ്പാണ്. ആ കൾച്ചർ വേണം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ. നമ്മൾ സന്തോഷമായിട്ടിരിക്കണം, നമ്മുടെ അയൽവക്കക്കാരും സന്തോഷമായിട്ടിരിക്കണം. അപ്പം അതിനുള്ള ഒരു പ്രാക്ടീസാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാം. ഈ ലോക ജീവിതം വളരെ എന്താ പറയുക, ചെറുതാണ്, ഹ്രസ്വമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വേണ്ടപ്പെട്ടൊരു ബോയ് 34 വയസ്സേ ഉള്ളൂ, രാത്രി കിടന്നുറങ്ങി. 3-4 ദിവസം മുമ്പത്തെ കാര്യം പറയുന്നത്. നേരം വെളുത്ത് അമ്മ കാപ്പിയും കൊണ്ട് ഇരുന്നപ്പോൾ ആൾ മരിച്ചു കിടക്കുക. ഈ ചിങ്ങാനത്ത് ഇപ്പോൾ എത്ര പേരായി? അതായത് എക്സസൈസിൻ്റെ കുറവ്, കലോറി കൂടുതൽ, സേവ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ, ഇതെല്ലാം ചേർന്നാണ് ഈ അറ്റാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ലോക ജീവിതം ഹ്രസ്വമാണ്. ആ ഹ്രസ്വമായ ജീവിതത്തിൽ അയൽവക്കക്കാരെയും കൂട്ടുകാരെയൊക്കെ സ്നേഹിക്കാനും പാല വെക്കാതിരിക്കാനും കള്ളത്തരം കാണിക്കാതിരിക്കാനും, ഒരു ചെറിയ കള്ളത്തരം പോലും ചെയ്യരുത്, ഒരു ചെറിയ കൈക്കൂലി പോലും മേടിക്കരുത്, ഒരു ചെറിയ രീതിയിൽ പോലും ആരെയും അപമാനിക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ഈ സമൂഹത്തിൽ ഉള്ള നമ്മുടെ കാലം വളരെ കുറവാണ്. അപ്പം ഒരു കത്തോലിക്കനായ എനിക്ക് ഒരു കാര്യം പറയാൻ കഴിയും. ഈ ജീവിതം കൊണ്ട് ഇവിടെ അവസാനിക്കുന്നില്ല. ലൈഫ് ആഫ്റ്റർ ഡെത്ത് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ അത് നമ്മൾ അല്ലാത്തവർ അവരുടെ രീതി, നോ പ്രോബ്ലം, നമുക്കെല്ലാവർക്കും സഹകരിച്ച് പോകാമല്ലോ. അപ്പം ഈ ജീവിതകാലത്ത് അത് നമ്മുടെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മോശമാകാൻ പാടില്ല എന്ന്. ആ ശ്ലോകം എനിക്കറിയാം, ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ സംഭവം ഇത് തന്നെയാണ്. നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ദോഷമാകാൻ ശ്രദ്ധിക്കണമെന്ന് ഗുരുദേവൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കവിയും സന്യാസികളും എല്ലാം ആരും തള്ളിക്കളയുന്നില്ല. വിവേകാനന്ദൻ നമ്മൾ ഒത്തിരി ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പം എല്ലാം വേണം, വിശ്വാസം വേണം, ഭക്തി വേണം, പ്രാർത്ഥന വേണം, മെഡിറ്റേഷൻ വേണം. ഇൻ ദി മീൻ ടൈം നമ്മളെല്ലാവരെയും സ്വീകരിക്കുന്നവരും സഹകരിപ്പിക്കുന്നവരായി മാറണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ബദ്ധശ്രദ്ധരായിരിക്കണം, അവർക്ക് ആവശ്യമായ പരിശീലനം കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഞാനൊരു സിസ്റ്ററെ പരിചയപ്പെട്ടു. ആ സിസ്റ്റർ തൃശ്ശൂർ മെഡിക്കൽ കോളേജായിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം പറയുകയായിരുന്നു. ഒരു പെൺകുട്ടി 14-15 വയസ്സേ ഉള്ളൂ, അത് പ്രഗ്നൻ്റായിട്ട് ഹോസ്പിറ്റലിൽ വയറ്റുവേദനയായിട്ട് അപ്പനും അമ്മയും കൂടി കൊണ്ടുവന്നിരിക്കുക. എനിക്ക് പ്രഗ്നൻ്റാണ്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു പ്രശ്നമാണ്. അപ്പോൾ സഹോദരന്
പറ്റിയ തെറ്റാണ്. അതിനൊക്കെ വേറെ കാരണങ്ങളുണ്ട്, ചില വീഡിയോകൾ കണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അപ്പം പറയുകയാണ് നമ്മൾ അപ്പം അത്രയും ശ്രദ്ധിക്കണം. നമ്മുടെ പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണേലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അവരുടെ ചെയ്തികൾ നമ്മൾ വീക്ഷിക്കണം, തെറ്റിപ്പെട്ടു പോകാതെ. ഇപ്പം പോക്സോ കേസിലൊക്കെ പെട്ടുപോയാൽ പുറത്തിറങ്ങത്തില്ല, 100 വർഷം 100 വർഷമൊക്കെ ശിക്ഷ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇതെവിടെ പോവാ എല്ലാവരും? പിന്നെ അവിടെ എല്ലാം തൂമ്പ് തുറക്കാൻ വരാലിനെ പിടിക്കാൻ പോകണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഹാവ് എ നൈസ് ക്യാച്ച്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ശ്രദ്ധിക്കണം. ബന്ധുക്കളുടെ കൂടെയോ അമ്മാവന്മാരുടെ കൂടെയൊക്കെ കൊച്ചു